വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, റോമ 4:4 വേല ചെയ്യുന്നവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ഇന്നും ഒരു ക്രിസ്ത്യൻ സോഷ്യോളജി നമ്മുടെ സഭയെ ഭരിക്കാൻ ബാക്കി നിൽക്കുകയാണ്. വേല ചെയ്യുന്നവന്റെ കൂലി പോലും എടുത്ത് ഉപയോഗിച്ച് നമ്മുടെ സംവിധാനങ്ങളിൽ പോലും വേലക്കാരെ നാം പീഡിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആലയത്തിലെ, എന്നെ വ്യക്തിപരമായി സഹായിക്കുന്ന, എൻ്റെ സമൂഹത്തിലെ, എൻ്റെ സംഘടനയിലെ, എൻ്റെ പ്രസ്ഥാനത്തിലെ, എൻ്റെ ശുശ്രൂഷയിലെ മധ്യസ്ഥ പ്രാർത്ഥന പോലും ഒരു വേലയായി, സുവിശേഷ വേലയായി പരിഗണിക്കണം. വേല ചെയ്യുന്നവന് കൂലി കൊടുക്കേണ്ടത് ഒരു ദാനമോ ഔദാര്യമോ ഒന്നുമല്ല. ചിലപ്പോൾ ചില വലിയ പ്രസ്ഥാനങ്ങൾ, ശുശ്രൂഷ വേദികൾ ഉയരങ്ങളിൽ എത്തിയപ്പോൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് മരിച്ച മനുഷ്യരുണ്ട്. അതൊരു സുവിശേഷ വേലയാണ്. വേല ചെയ്തവന് കൂലി കൊടുക്കുന്നതിനകത്ത് ദാനം അഭിനയിച്ചിട്ട് കാര്യമില്ല. ഔദാര്യത്തിൽ ചെയ്യുന്നത് പോലെ എന്തോ കൊടുക്കുക, തെറ്റാണ് നീ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത്. വേല ചെയ്യുന്നവന്റെ കൂലി എല്ലാ അർത്ഥത്തിലും അവന്റെ അവകാശമാണ്, നമ്മുടെ ദാനമല്ല. വേല ചെയ്യുന്നവന് കൂലി കൊടുത്ത് അവനോട് കരുണയും നീതിയും കൊടുക്കാൻ ഒരു പുതിയ ധൈര്യം എല്ലാ മേഖലയിലും വരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.